ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു യാത്ര പോവുക കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പാണേ. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇസ്രായേലിലുള്ള ഒരു ഐഫ എന്നൊരു സ്ഥലത്തെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വലിയൊരു ഗാർഡൻ എന്ത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇസ്രായേൽ വന്നിട്ട് 8-9 വർഷമായിട്ടും ഇതുവരെ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് അതിനൊരു സമയം വന്നത്. അപ്പം നമ്മൾ ഇപ്പം ഒരു ലീവൊക്കെ കിട്ടിയപ്പോൾ നമ്മളൊരു 1 ഡേ ട്രിപ്പായിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കാണാൻ വേണ്ടി പോവുകയാണേ. അവിടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള വ്യൂസാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വ്യൂസ് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രകളൊക്കെ നല്ലൊരു പ്രത്യേക രസമായിരുന്നു കാണാൻ. നമ്മൾ പിന്നെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു ഫ്രഷ് ജ്യൂസ് വാങ്ങി കുടിച്ചു. ഓറഞ്ച് ജ്യൂസായിരുന്നു. എന്താ വെച്ചാൽ ചൂടൊക്കെ ആണല്ലോ. അപ്പം അതും കുടിച്ച് നമ്മൾ നോക്കുമ്പം നമ്മളെ ഗാർഡനാണ് ഈ കാണുന്നത്. ആ ഗാർഡനിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ അതിൻ്റെ മേലെ എത്തുമ്പം ഒരു പരുവമാവുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ നമ്മൾ പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറാമെന്ന് ഓർത്തു. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും വിശന്നൊരു ആവുമല്ലോ. നല്ല കുത്തിരി ചോറും മുട്ട പൊരിച്ചത്, തക്കാളി ചമ്മന്തി, കിഴങ്ങും ഉള്ളിയും മെഴുക്ക് പുരട്ടി ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചങ്കുണ്ടായിക്കൊണ്ട് വന്ന ഭക്ഷണം കേട്ടോ. അതും കഴിച്ച് നമ്മൾ നേരെ കയറി ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ ഫസ്റ്റ് ഗേറ്റാണ് ഈ കാണുന്നത്. അതവിടെ അവർ ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മേലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിന് പോകണമായിരുന്നു. അപ്പം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ കയറി ഏറ്റവും ടോപ്പിൽ പോയി. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് കാണുന്ന സംഭവമാണിത്. നല്ല രസമുണ്ട് കാണാൻ. ഏറ്റവും ടോപ്പിൽ നിന്ന് കേട്ടോ കാണുന്നത്. ഈ അവിടുത്തെ ഹൈഫ എന്ന് പറയുന്ന സിറ്റി മുഴുവൻ അതിൻ്റെ മേലെ നിന്നാൽ കാണുമെന്നാണ് പറയുന്നത്. അതിൻ്റെ വേറൊരു സൈഡ് വ്യൂ പോയിൻ്റാണ്. അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് കടൽ ഫുള്ള് അവിടുത്തെ കഥകൾ മൊത്തം കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് പറയുന്നത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്നും ആ ബ്രിഡ്ജിലേക്ക് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തത് അങ്ങോട്ട് പോയി. ആ ബ്രിഡ്ജ് കാണാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അടിപൊളി. കാടിൻ്റെ നടുക്കിൽ കൂടെ ഒരു നല്ല റോഡും ഒക്കെ ആയിട്ട് നമ്മളെ നാടിൻ്റെ ഒരു സെറ്റപ്പ്. തൂക്കുപാലമാണ്, പക്ഷേ ഇത് നമ്മൾ അവിടേക്ക് നടന്നെത്തിയത് കുറേ നടന്നിട്ടാട്ടോ. പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും പേടിയാവും. താഴേക്ക് നോക്കിക്കഴിയുമ്പോൾ നല്ല കാടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്കുള്ളത് അവിടെ കാണാൻ പറ്റുന്നത്. ബട്ട് അതിൻ്റെ മുകളിൽ കൂടി ഞാൻ നടന്നു പോയത് ഞങ്ങൾ ശരിക്കും പേടിച്ചാട്ടോ നടന്നേ. കാരണം അത് ചെറുതായിട്ട് ആടുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കുമ്പം. പക്ഷേ ആ ഒരു യാത്ര അങ്ങോട്ടുള്ള ഒരു പോക്ക് അത് ഒരു പൊളി വൈബായിരുന്നു കേട്ടോ. അത് വേറൊരു ലെവലായിരുന്നു. കാരണം കുറച്ചൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. കാരണം ഇച്ചിരി നേരത്തെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പം. പിന്നെ ഒത്തിരി നടക്കേണ്ടി വന്നു. ഇങ്ങനെ നമ്മൾ കാടും മലയും താണ്ടി മടുത്ത് വരുന്ന ഇതാണ് ഇപ്പം നമ്മളെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി പോലും നടക്കാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാലവും കടന്നു. ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. നമ്മൾ ലേറ്റായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.